സുഹൃത്തുക്കളെ, ഇന്ന് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഈ QR കോഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ QR കോഡ് നമുക്ക് പെയ്ഡ് വെർഷൻ ആണോ, പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് QR കോഡ് ലഭിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോവാം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൻ്റെ സൗജന്യ സേവനമായ ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അതുപോലെ നമ്മുടെ QR കോഡിൻ്റെ റൂട്ട് URL-ഉം അതിൻ്റെ പാരാമീറ്റേഴ്സും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം വെബ്സൈറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കാർഡിനോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ID-ക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ID-ക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് QR കോഡ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ QR കോഡിൻ്റെ ഏകദേശം ഒരു വലുപ്പത്തിൽ ഒരു കോളം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ QR കോഡിൻ്റെ റൂട്ട് URL-ഉം പാരാമീറ്റേഴ്സും അതുപോലെ നമ്മുടെ FB പേജിൻ്റെ URL-ഉം എല്ലാം ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നോട്ട് പാഡിലെ ഡേറ്റാസ് കോപ്പി എടുക്കുന്നു, നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് QR കോഡ് അവിടെ അപ്പിയർ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞങ്ങളെങ്ങനെ മനസ്സിലാക്കും മച്ചാനെ എന്ന് ചോദിക്കുന്നവർക്ക് വളരെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ ചാറ്റ്സിൻ്റെ ഇൻഫോഗ്രാഫിക്സിൽ നമുക്ക് QR കോഡിൻ്റെ പാരാമീറ്റേഴ്സ് അവൈലബിൾ ആണ്. ഈ കാണിച്ചിരിക്കുന്ന QR കോഡിൻ്റെ റൂട്ട് URL-ഉം അതിൻ്റെ പാരാമീറ്റേഴ്സും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ FB പേജിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെയോ URL-ഉം വെച്ചിട്ട് നമുക്ക് ഒരു ഡേറ്റ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അതിനുവേണ്ടി ഞാൻ നോട്ട് പാഡിൽ ഈ QR കോഡിൻ്റെ റൂട്ട് URL-ഉം അതിൻ്റെ പാരാമീറ്റേഴ്സും നമ്മുടെ FBയുടെ URL-ഉം വെച്ച് ഞാനൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് നോട്ട് പാഡിൽ നമ്മുടെ QR കോഡിൻ്റെ റൂട്ട് URL-ഉം അതുപോലെ പാരാമീറ്റേഴ്സ് നോർമലായിട്ട് ഹൈറ്റും വിഡ്ത്തും വരുന്നത് 500x500 ആണ്. അപ്പോൾ അതും വെച്ച് പിന്നീട് നമ്മുടെ FB പേജിൻ്റെ URL-ഉം വെച്ചിട്ട് നോട്ട് പാഡിൽ ഈ ഡേറ്റ എല്ലാം എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു. ഇനി നമ്മുടെ FB പേജിൻ്റെ URL എവിടെ നിന്ന് ലഭിക്കും എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. നമ്മുടെ FB ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ പോയി നമ്മുടെ പ്രൊഫൈൽ പിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അഡ്രസ് ബാറിൽ നമ്മുടെ FB പേജിൻ്റെ URL അപ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കോപ്പി എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ നോട്ട് പാഡിൽ നമ്മുടെ URL കോപ്പി ചെയ്യേണ്ട സ്ഥലത്ത് അത് കോപ്പി ചെയ്ത് കൊടുക്കുന്നു. ഇനിയല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിനാണ് ഒരു QR കോഡ് വേണ്ടതെങ്കിൽ അതിൻ്റെ URL-ന് വേണ്ടി ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം യുവർ ചാനൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്രസ് ബാറിൽ യൂട്യൂബ് ചാനലിൻ്റെ URL ലഭിക്കുന്നതായിരിക്കും. അതും അവിടെ നിന്ന് നമ്മൾ കോപ്പി എടുത്തതിന് ശേഷം നമ്മുടെ നോട്ട് പാഡിൻ്റെ ഡേറ്റ ഷീറ്റിൽ കൊണ്ടുചെന്ന് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നു. ഇനി ആ ഡേറ്റ ഫയൽസ് എല്ലാം നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് QR കോഡ് എടുക്കണ്ടേ, അതിനെന്ത് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ പോകുന്നു. എന്നിട്ടൊരു ബ്ലാങ്ക് ഷീറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഷീറ്റിൻ്റെ ഒരു പേര് കൊടുക്കുന്നു, QR കോഡ് എന്ന് പറഞ്ഞ്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് കോളം ഏകദേശം ഒരു QR കോഡിൻ്റെ വലുപ്പത്തിലൊന്ന് ട്രാഗ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ഫയൽസ് നോട്ട് പാഡിൽ പോയി കോപ്പി എടുക്കുന്നു. എന്നിട്ട് ഈ ഗൂഗിൾ ഷീറ്റിൻ്റെ FX-ൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കവിടെ ഒരു QR കോഡ് അപ്പിയർ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഫേസ്ബുക്കിൻ്റെയും മറ്റേത് യൂട്യൂബിൻ്റെയും QR കോഡാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തിൻ്റെ QR കോഡ് വേണമെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് യാതൊരു മുതൽ മുടക്കവും ഇല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ മച്ചാനെ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സംഭവമൊക്കെ കണ്ടിട്ട് ഏകദേശം QR കോഡിൻ്റെ രൂപവും ഭാവമൊക്കെ ഉണ്ട്. പക്ഷെ അത് റീഡ് ചെയ്യുകയോ ഇല്ലെന്നല്ലേ ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം ആ QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു. ഓക്കെ, പണിപ്പാളിയില്ല. നമ്മുടെ QR കോഡ് അവിടെ റീഡ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് ID വളരെ സിമ്പിളായിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നു. ഓക്കെ ഫേസ്ബുക്കൊക്കെ ഓക്കെ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ യൂട്യൂബിൻ്റെത് അത് നടക്കുന്ന കാര്യമാണോ, അതും ഒന്ന് നോക്കാം നമുക്ക്. ഈ മുകളിലുള്ളത് എൻ്റെ FB പേജിൻ്റെ, ഈ താഴെയുള്ള യൂട്യൂബ് ചാനലിൻ്റെയും QR കോഡാണ്. അപ്പോൾ ഈ താഴെയുള്ള ഈ QR കോഡൊന്ന് ഞാൻ സ്കാൻ ചെയ്യുകയാണ്. റീഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോരുതേ. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.